ഒരു നിഗൂഢതയായി, അഭൗമ കൽപ്പനയായി, ലോകത്തെ വിസ്മയിപ്പിക്കുന്ന ഭൗമശിഖര നായകൻ മഹാമേരു. നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് മാനവ മനുഷ്യ സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലൊരുക്കിയ മഹാനദി സരസ്വതി. ബൈരാജാൻ എന്ന മഹാപണ്ഡിതനിലൂടെ ഒരു കാൽപ്പനിക ഇതിഹാസമായി മേരുവിൻ്റെ പാദസരമായി പുനർജനിക്കുന്നു. മേരുവിൻ്റെ പാദസരം. അധ്യായം 1. ഹുനാഫ്, എനിക്കൊന്ന് ഇറങ്ങണമായിരുന്നു. ഹുനാഫ്, കേൾക്കുന്നില്ലേ? ഹുനാഫ് നിന്നു. സാദിഖ് ഹുനാഫിൻ്റെ മൂക്കുകയറിന് താഴെ കഴുത്തിൽ കെട്ടിയ ചരടിൽ ചവിട്ടിയതും തെന്നി വീണതും ഒരുമിച്ച് കഴിഞ്ഞു. വല്ലാത്തൊരു ജന്തു തന്നെ. മരുഭൂമിയിലെ കപ്പലാണത്രേ കപ്പൽ, മനുഷ്യനെ മുക്കിക്കൊല്ലുന്ന സൈത്താൻ. ഹുനാഫിന് പോലും ചിരി വന്നു. ഈ മരുഭൂമിയിൽ മുക്കിക്കൊല്ലുകയാണത്രേ. ചിരിക്കണ്ട, ഈ ചുടുമണലിൽ മുക്കിക്കൊല്ലുന്ന കാര്യമാ പറഞ്ഞത്. സാദിഖ് അവൻ്റെ മുതുകത്തും പൃഷ്ഠത്തിലും പറ്റിയ ചുടുമണൽ തൂത്തുകളഞ്ഞു. നിന്റെ പൂഞ്ഞൊക്കെ തടിച്ചിരിക്കുന്നല്ലോ, എവിടുന്ന് ഒപ്പിച്ചു ഇത്രയും വെള്ളം ഈ മരുഭൂമിയിൽ? അവൻ അതിൻ്റെ ദേഹത്തെ പൊടിയും മണ്ണും തട്ടിക്കുടഞ്ഞുകൊണ്ട് അതിനു ചുറ്റിലുമൊന്ന് നടന്നു. എനിക്കിത്തിരി വെള്ളം താ പഹയാ. അവൻ ഹുനാഫിൻ്റെ പുറത്തു തൂക്കിയ ഒരു തുകൽ സഞ്ചിയെടുത്ത് അതിൽ നിന്ന് ഒരു സ്റ്റീൽ പാത്രം പുറത്തെടുത്ത് തുറന്ന് കുറേ വെള്ളം മോന്തി. ഹാവ്, ഇനി കുറച്ച് ഇരുന്നിട്ട് പോകാം. അവൻ ട്രൗസറിൻ്റെ കീശയിൽ കൈയിട്ട് കുറേ കപ്പലണ്ടി എടുത്തു. രണ്ടുപേരും അത് കുറിച്ചു. സാദിക്ക് വെറുതെ ചെന്ന് ആ മുൾച്ചെടിയുടെ തണലില്ലാ തണലിൽ കുത്തിയിരുന്നു. കൈ കണ്ണുകൾക്ക് മീതെ വട്ടം പിടിച്ച് സൂര്യഭഗവാനെ നോക്കി. ഒരു മയവുമില്ലാതെ നിന്ന് കത്തുന്നു പഹയൻ. ഹുനാഫ് കുറേ നേരം കാലും തലയും ഇളക്കി നിന്നു. പിന്നെ അവൻ്റെ അടുത്ത് വന്ന് കിടപ്പുറപ്പിച്ചു. ഈ നാൽക്കാലിയും സാദിക്കും തമ്മിലുള്ള സ്നേഹബന്ധം തുടങ്ങിയത് സാദിക്ക് ജനിച്ചപ്പോൾ മുതലാണ്. കണ്ണെത്താ ദൂരം പരന്ന മണൽപ്പരപ്പിൽ അവൻ്റെ കാലുറയ്ക്കുന്നതിനു മുൻപേ ഹുനാഫ് അവന് കൂട്ടായി. അവൻ്റെ ചിരിക്ക്, കരച്ചിലിന്, വാശിക്ക് ഒക്കെ. ഇപ്പോൾ അവൻ മുതിർന്നപ്പോൾ അവൻ്റെ ശകാരത്തിനും. നീ ഒന്ന് ആലോചിച്ചേ പണ്ഡിത, ഈ മരുഭൂമി കൂടെ വലിയൊരു നദി ഒഴുകിയിട്ടുണ്ടെന്ന്. എനിക്ക് വിശ്വസിക്കാൻ വയ്യ. എന്നാൽ അതൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. ആ ബൈരാജൻ വെറുതെ പറയുന്നതായിരിക്കും. ഈ വലിയ പണ്ഡിതന്മാർക്കൊക്കെ എന്തും പറയാമല്ലോ. ഭൂമി പരന്നതാണെന്നും ഉരുണ്ടതാണെന്നും മറ്റും. ഈ സാദിഖ് പറയുന്നു ഭൂമി നീണ്ടതാണെന്ന്, നിന്റെ കഴുത്തുപോലെ. വേറെ നല്ല തമാശ ഉണ്ടെങ്കിൽ പറ എന്ന മട്ടായിരുന്നു ഹുനാഫിന്. അത് മനസ്സിലാകാത്തതുപോലെ അവൻ തുടർന്നു. എന്തായാലും നിനക്കും എനിക്കും പണിയൊന്നുമില്ലല്ലോ, നമുക്ക് അവിടം വരെ ഒന്ന് പോയേക്കാം. പുറത്ത് തുകൽ സഞ്ചി തൂങ്ങിയപ്പോഴേ മനസ്സിലായി ഇതേതോ ദൂരയാത്രയാണെന്ന്. അപ്പോൾ ബൈരാജാൻ്റെ നികടത്തിലേക്കുള്ള പോക്കാണല്ലേ. അമ്മിയും അബ്ബയും അറിഞ്ഞോ ആവോ. അവരോട് ഞാൻ പറഞ്ഞു പട്ടണത്തിലൊന്ന് പോയിട്ട് വരാമെന്ന്. കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് പഠിക്കാനുള്ള നോട്ട്ബുക്ക് വാങ്ങിക്കാനാണെന്നാ പറഞ്ഞത്. 2 ദിവസം അവധിയുമാണല്ലോ. അവധി? ഒന്നും പഠിക്കാതെ കറങ്ങി നടക്കുന്ന നിനക്ക് എന്നും അവധിയല്ലേ മണ്ട. ഇതെങ്ങാനും ഓൻ കേട്ടിരുന്നെങ്കിൽ. സാദിക്ക് കണ്ണെത്താ ദൂരത്തേക്ക് നോക്കി. ദൂരെ മരീചിക തരംഗങ്ങൾ തീർക്കുന്നു. അവിടവിടായി ചെറിയ പാറക്കഷ്ണങ്ങൾ പോലെ മരുഭൂമിയിലെ സസ്യക്കുഞ്ഞുങ്ങൾ. അതിനെയെല്ലാം മൂടിക്കൊണ്ട് അനന്തമായ മണൽപ്പരപ്പ്. ഇടയ്ക്കിടെ കുന്നുകളും ഗർത്തങ്ങളും തീർത്ത് കാറ്റെന്ന ചിത്രകാരൻ നിമിഷവും ചിത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവിടെ. ഇത്രയും മണൽ എവിടെ നിന്ന് വന്നു എന്നൊരു മുഖഭാവം സാദിക്കിൽ വന്നു നിറഞ്ഞു. ആ വികാരം ഹുനാഫിലേക്കും പടർന്നതുപോലെ. 2 പേരും 2 ചിന്തകന്മാരെ പോലെ തോന്നി. അവരുടെ കണ്ണും മനസ്സും ബൈരാജാൻ എന്ന മഹാപണ്ഡിതൻ്റെ പർണശാല തിരയുകയായിരുന്നു.